കണക്ക് പറയല്ലേ. നീ എന്ത് ചെയ്തുന്നാ? ഒരു 2000 ഉലുവ തരുന്നതിന്റെ കണക്കാണോ നീ പറയുന്നേ? പിന്നെ നിന്റെ ഇളയതുള്ളോണ്ട് ഇവിടെ കഞ്ഞി വെച്ച് പോന്നു. ഒരു ഉത്തരവാദിത്തക്കാരി വന്നേക്കുന്നു. എന്താ പറഞ്ഞാലേ അവക്ക് തറുതലയാ. അമ്മ എന്തിപ്പോ പറഞ്ഞേ? ആ 2000 രൂപ ഞാൻ എങ്ങനെ തരണേന്ന് നമുക്കറിയോ? മറന്നിട്ടുണ്ടാവൂലേ? ഈ വീടിന്റെ ലോൺ എമൗണ്ട് എത്രയാണെന്നറിയോ? 12,000 രൂപ ഞാൻ മാസം അടച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പറഞ്ഞ അമ്മയ്ക്ക് സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടി പുറത്തൊരു കാർ വാങ്ങിയിട്ടില്ലേ? 6,500 രൂപയാണ് അതിന്റെ മാസടവ്. ഇനി അതും അല്ലെങ്കിൽ അമ്മയുടെ ഇഷ്ടത്തിന് ഞാൻ പഠിച്ചൊരു കോഴ്സ് ഉണ്ട്, അതിന്റെ എഡ്യൂക്കേഷൻ ലോൺ ഞാൻ ഇന്നും അടച്ചുകൊണ്ടിരിക്കുക. ഇതിന് പുറമെ ഈ 2,000 രൂപയിൽ അത് 25,000 രൂപ സാലറിക്കാരി അമ്മയ്ക്ക് എന്താ തരേണ്ടത്? അതെ, പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു. അത് കൊണ്ടവരെ പുറകെ നടക്കരുത്. നിന്റെ അനിയത്തിയെ കണ്ടുപടി. അവൾ എന്ത് സ്മാർട്ടാ. അതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജോലിയും കിട്ടി, നല്ലൊരു സാലറിയും കിട്ടി. അവളിപ്പോ നേരെ നോക്കി നടക്കുന്നുണ്ടോ? നീ അവിടെ ഈ പ്രാരാബ്ദം പറഞ്ഞോണ്ടിരുന്നോ? അമ്മ ഞാൻ പഠിച്ച സ്കൂൾ ഏതാ? സാധാ ഗവൺമെന്റ് സ്കൂള്. അവൾ നിങ്ങൾ ICSE സിലബസ് പഠിപ്പിച്ചിരുന്നത്. അവളെ ഡാൻസിനും പാട്ടിനും ഒക്കെ വിട്ടിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള എല്ലാത്തിനും നിങ്ങൾ അവളെ വിട്ടിട്ടുണ്ട്. എല്ലാ ടൂറിനും അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്നെ എന്തിനാ വിട്ടിട്ടുള്ളത്? എനിക്കറിയാം ആ സമയത്ത് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ലായിരുന്നു, മോശമായിരുന്നു. കുഴപ്പമില്ല, എനിക്കതിന് കംപ്ലൈൻസ് ഒന്നുമില്ല. പക്ഷെ ഈ രണ്ട് സാഹചര്യങ്ങൾ പറഞ്ഞ രണ്ടുപേരും അമ്മ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ. ആ, ഉണ്ണിമോള് പോവാറായോ? ചോറ് മൊത്തം കഴിക്കണേ. നീ എന്തിനാ ടീച്ചിങ് ചൂടാവുന്നേ? അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എല്ലാം പറയുന്നത്? എല്ലാം നല്ലതിനാ. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ബാംഗ്ലൂർ പോയി പഠിക്കാൻ പറ്റി, പാട്ടിനും ഡാൻസിനും ഒക്കെ നടക്കാൻ പറ്റി, ICSE സിലബസ് പഠിക്കാൻ പറ്റി. ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ നീ കല്യാണം കഴിക്കാനും പോവാ. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് നിനക്ക് ഉണ്ടാക്കി തന്ന കാര്യങ്ങളാ. അപ്പൊ നിനക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു സാക്രിഫൈസ് ചെയ്യാൻ. മോള് പോയിട്ട് വാ. ഇതൊന്നും കാര്യമാക്കണ്ട. ഇതിപ്പോ അവൾക്ക് ഒന്ന് സ്ഥിരമുള്ളതാണല്ലോ. അവളുടെ ടീച്ചർ ഈ വീട് മൊത്തം അവളുടെ തലയിലാന്നാ. ആകെ 2 EMI അടയ്ക്കുന്നുണ്ട്, അതിനാണ്. കുഞ്ഞു പോയിട്ട് വാ. ശരി അമ്മ. പിന്നെ ഞാൻ ലേറ്റ് ആയിട്ടത്തുള്ളൂ. എനിക്കൊരു പാർട്ടി ഉണ്ട്. പിന്നെ ഒരു 500 രൂപ എടുത്തിട്ടുണ്ട് പേഴ്സിന്. എന്റെ കുഞ്ഞെടുത്തോ. ശരി. അല്ലെങ്കിലും അതങ്ങനെയാ. കുടുംബം നോക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാ. വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ മറക്കും. രാപ്പകലില്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെ വീടിന് വേണ്ടി പണിയെടുക്കും. സ്വന്തം ആവശ്യത്തിന് ഒരു രൂപ പോലും എടുക്കാതെ കിട്ടുന്ന പൈസ മുഴുവനും വീടിന് വേണ്ടി ചെലവാക്കും. പക്ഷെ എത്രയൊക്കെ ചെയ്താലും അവരുടെ മുമ്പിൽ നമ്മൾ താൻ തോന്നിയും തന്നിഷ്ടക്കാരിയും ഒക്കെയാവും. അവിടെ നമ്മൾ ചെയ്തതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ചെയ്തതിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല. ഐ ഫീൽ സോറി ഫോർ യു ഇഫ് യു ക്യാൻ റിലേറ്റ് ദിസ്.